നമസ്കാരം. താന്ത്രിക ലോകം യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് നാളുകളായി താന്ത്രിക ലോകത്തിൽ പുതിയ വീഡിയോകൾ വന്നിട്ട് ഇനി മുതൽ താന്ത്രിക ലോകത്തിൽ സ്ഥിരമായി വീഡിയോകൾ ഉണ്ടാകും. അതിനാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തി വയ്ക്കുകയും ചെയ്യുക. ഇന്ന് താന്ത്രിക ലോകം സംസാരിക്കാൻ പോകുന്ന വിഷയം അയോധ്യയിലെ ശ്രീരാമ ക്ഷേത്ര നിർമ്മാണവും അതിൻ്റെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. ഇതിൻ്റെ വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ അടുത്തടുത്ത വീഡിയോകളിൽ വരുന്നുണ്ട്. എന്നിരുന്നാലും സാമാന്യം ഒരു സാധാരണക്കാരന് മനസ്സിലാകുന്ന വിധം പ്രാണപ്രതിഷ്ഠയുടെ തത്വം എന്തെന്ന് അവതരിപ്പിക്കാനായി ശ്രമിക്കുകയാണ് ഈ വീഡിയോയിലൂടെ. ആയതിനാൽ വീഡിയോ പൂർണ്ണമായും കണ്ട് പ്രാണപ്രതിഷ്ഠ തത്വം എന്തെന്ന് മനസ്സിലാക്കാൻ ഈ വീഡിയോ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, ഭാരതത്തിൻ്റെ ജീവാത്മാവാണ് ഭാരതത്തിൻ്റെ ഇതിഹാസങ്ങൾ. ആ ഇതിഹാസങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ഇതിഹാസമാണ് രാമായണം. വളരെ പ്രശസ്തമാണ്. കാരണം രാമായണത്തിന് ഇന്ത്യയിൽ മാത്രമല്ല വേരുകളുള്ളത്. രാമായണത്തിന് ലോകത്തെമ്പാടും പല പല സംസ്കാരങ്ങളിൽ അതിൻ്റെ ആ ഒരു പ്രത്യേകമായിട്ടുള്ള ഇഴുകിച്ചേരുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരു പക്ഷേ ഭാരതത്തിൽ നിന്ന് വന്നവരോ അല്ലെങ്കിൽ ഭാരതത്തിൽ നിന്ന് പല രാജ്യങ്ങളിലായി സഞ്ചരിച്ചവരോ വഴിയാകാം ഈ കഥകൾ അവിടേക്ക് എത്തിയിരിക്കുക. എന്നിരുന്നാലും രാമായണവും രാമനും സീതയും ഭാരതത്തിൻ്റെ സംസ്കൃതിയുടെ ആത്മാവെന്ന് തന്നെ വിശേഷിപ്പിക്കാം. ഇത് ഒരു ജനതയുടെ മാത്രം വിശ്വാസമായി കണക്കാക്കുന്നില്ല. കാരണം രാമായണ കഥ അറിയാത്ത ഒരു വിശ്വാസി അല്ലെങ്കിൽ ഒരു അവിശ്വാസി പോലും ഭാരതത്തിലുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം രാമായണം അത്രത്തോളം നിത്യജീവിതത്തിൽ ഓരോരുത്തരുടെയും മനസ്സിൽ ഒരുപാട് രീതിയിൽ അതിൻ്റെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അപ്പോൾ രാമായണം എന്ന കഥ ശരിക്കും രാമൻ എന്ന ഒരു കഥാപാത്രത്തിലൂടെ അല്ലെങ്കിൽ ഒരു ദേവനിലൂടെയാണ് കടന്നു പോകുന്നത്. രാമൻ്റെ ഓരോ അവസ്ഥകൾ രാമായണത്തിൽ കൂടുതലായി പ്രതിപാദിക്കുന്നു. അവസ്ഥ പൂജയതേ രാമ എന്നൊരു പ്രമാണം രാമായണത്തിൻ്റെ മുഖമുദ്രയായി പറയാം. പ്രതിഷ്ഠാപരമായ കാര്യങ്ങൾക്ക് ഒട്ടേറെ താന്ത്രികമായ പദ്ധതികളും അനുബന്ധ പദ്ധതികളുമായി ഉള്ളതായി കാണാം. തന്ത്രത്തിൽ തന്നെ സമയാചരണം, കവളാചാരം, മിശ്രാചാരം എന്നിങ്ങനെ ഒട്ടനവധി രീതിയിലുള്ള സംസ്കാരങ്ങളും തന്ത്രവിധികളും ഉണ്ടെന്ന് മനസ്സിലാക്കണം. അതേപ്പറ്റി ഇപ്പോൾ കൂടുതലായി വിശദീകരിക്കുന്നില്ല. എന്നിരുന്നാലും ശ്രീരാമ പ്രതിഷ്ഠ അയോധ്യയിൽ നടക്കുന്നത് രാമനാഥ സമ്പ്രദായം എന്ന രീതിയിലുള്ള ഒരു വിധിയിലാണ്. എന്നിരുന്നാലും അത്തരം വിധികളെ പറ്റി കൂടുതലായി താന്ത്രിക ലോകം സംസാരിക്കുന്നില്ല. പ്രാണപ്രതിഷ്ഠയെ പറ്റിയിട്ടുള്ള സാങ്കേതികമായിട്ടുള്ള ഒരു വിവരണം മാത്രമാണ് ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത്. നമുക്കെല്ലാം അറിയാം, പ്രാണൻ എന്നാൽ ഒരു വസ്തുവിനെ സചേതനമാക്കുന്നത്. ഒരു വസ്തുവിൽ പ്രാണൻ ഉണ്ടെങ്കിൽ മാത്രമേ അവ എന്തും പ്രവർത്തനത്തിന് യോഗ്യമാകുകയുള്ളൂ. അപ്പോൾ പ്രാണനില്ലാത്ത ശരീരം ശവമാണ്. അപ്പോൾ പ്രാണനാണ് ആ ഒരു ജഡാവസ്ഥയിൽ നിന്ന് ജീവനാവസ്ഥയിലേക്ക് മാറ്റുന്നത്. അപ്പോൾ പ്രാണൻ തന്നെ പഞ്ചപ്രാണനുകളും ദശപ്രാണനുകളും ഉണ്ട്. അത് യോഗ സമ്പ്രദായവും അല്ലെങ്കിൽ തന്ത്ര സമ്പ്രദായത്തിൻ്റെയും ആത്യന്തികമായ വശങ്ങളിലേക്ക് നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കേണ്ടി വരും. ലഘുവായ രീതിയിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ പ്രാണപ്രതിഷ്ഠയെ പറ്റി ഇവിടെ സംസാരിക്കുകയാണ്. അപ്പോൾ എന്താണ് പ്രാണപ്രതിഷ്ഠ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ശിലയാകുന്ന ദേവബിംബത്തിൽ നമുക്കറിയാം, യോഗശാസ്ത്ര പ്രകാരം 6 ആധാരചക്രങ്ങളുണ്ട്. ഈ 6 ആധാരചക്രങ്ങളുടെ സ്പന്ദനം കൊണ്ടാണ് ഒരു ശരീരം പ്രവർത്തനക്ഷമമാകുന്നത് എന്നാണ് യോഗഭാഷ്യം പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ശരീരത്തിൽ പ്രാണന്റെ സഞ്ചാരമാണ് ഈ ശക്തിചക്രങ്ങളുടെ പ്രകടിതമായ ശക്തിക്ക് കാരണമായിരിക്കുന്നത്. ഇപ്പോൾ ശിലാനിർമ്മിതമായ ശ്രീരാമ വിഗ്രഹത്തെ മന്ത്ര തന്ത്ര സംബന്ധിയായ ക്രിയകളിലൂടെ, വിശേഷവിധിയായ മന്ത്രങ്ങളിലൂടെയും താന്ത്രികപരമായിട്ടുള്ള മുദ്രകളിലൂടെയും ഒരാചാര്യൻ്റെ അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിൻ്റെ മുഖ്യ ആചാര്യൻ്റെ പ്രാണശക്തി ഉപയോഗിച്ച് മന്ത്രപൂരിതമായ അന്തരീക്ഷത്തിൽ മന്ത്രപൂരിതമായ ജലത്താൽ, നമുക്കറിയാം ജലത്തിൻ്റെ തത്വത്തെ പറ്റി ചിന്തിച്ചാൽ നമുക്ക് ജീവൻ ആദ്യമായി ഉണ്ടാകുന്ന ജലത്തിലാണ്. അപ്പോൾ ആ ഒരു തത്വത്തെ ഇവിടെ കൈക്കൊണ്ടിട്ട് മന്ത്രപൂരിതമായി ആ ജീവചൈതന്യത്തെ ജലത്തിൽ ലയിപ്പിച്ച ശേഷം
ആ ജലത്തെ കൊണ്ട് ആ പ്രാണനെ ആ വിഗ്രഹത്തിലേക്ക് ലയിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്നത്. ആധ്യാത്മികമായി ചിന്തിച്ചാൽ ഇതിന് ഒരുപാട് തത്വങ്ങളുണ്ടെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. എന്നിരുന്നാലും പ്രധാനമായും ആ വിഗ്രഹത്തിലേക്ക് ചൈതന്യം നൽകുക എന്നതാണ് പ്രാണപ്രതിഷ്ഠ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രാണപ്രതിഷ്ഠ ചെയ്യുന്ന ആൾ ആ പ്രതിഷ്ഠയുടെ പിതാവാണ്, തന്ത്രിയാണ് എന്നാണ് തന്ത്രസാരം പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തി തൻ്റെ പ്രാണചൈതന്യത്തിൽ നിന്നും ഒരു അംശത്തെ എടുത്ത് മന്ത്രപൂരിതമായ കർമ്മങ്ങളിലൂടെ അല്ലെങ്കിൽ ധ്യാന ജപ ഹോമ തർപ്പണങ്ങളിലൂടെ ശക്തിപ്പെടുത്തി അവയെ ഒരു ദേവതയുടെ ഭാവത്തിലേക്ക് മാറ്റി. നമുക്കറിയാം ചൈതന്യം എപ്പോഴും നിർഗുണമാണ്. അതിനൊരു ഗുണം കൊടുത്ത്, രാമനാകുന്ന ഗുണം കൊടുത്ത്, രാമനാകുന്ന സ്വഭാവ സവിശേഷതകൾ കൊടുത്ത് ആ പ്രാണശക്തിയെ രാമനാക്കി മാറ്റി ആ വിഗ്രഹത്തിലേക്ക് സന്നിവേശിപ്പിച്ച് ഓം നമോ നാരായണായ എന്ന മന്ത്രം കൊണ്ടോ അല്ലെങ്കിൽ ഓം രാമായണമായ എന്ന മന്ത്രം കൊണ്ടോ ആ ശിലാവിഗ്രഹത്തെ ജീവസുഷ്ടതാക്കുകയാണ് പ്രതിഷ്ഠാകർമ്മത്തിലൂടെ നടക്കുക. ഈ പ്രതിഷ്ഠ കഴിഞ്ഞതിന് ശേഷം ഒരുപാട് പടിത്തരങ്ങളും നിവേദ്യങ്ങളിലേക്ക് ഒരു കണക്കുണ്ട്. അതിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല, നമുക്കത് വരുന്ന വീഡിയോകളിൽ സംസാരിക്കാം. ആ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എന്താണ് പ്രാണനെന്ന് ഞാൻ ലഘുവായ ഒരു വിവരണം ഇവിടെ നൽകിയിട്ടുണ്ട്. കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ഇനി അടുത്തടുത്ത് വരുന്ന വീഡിയോകളിൽ ഉണ്ടാകും. അപ്പോൾ ഇന്ന് നമുക്ക് ഇതിനെപ്പറ്റി സംസാരിക്കും. അടുത്ത് ഇതിൻ്റെ ഏതൊക്കെയാണ് ഘട്ടങ്ങൾ, എങ്ങനെയാണ് ഈ ഒരു ഘട്ടങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത് എന്നുള്ള കാര്യങ്ങൾ അടുത്തടുത്ത വീഡിയോകളിൽ പ്രമാണസഹിതം ഉണ്ടാവുന്നതാണ്. അതിനാൽ എല്ലാവരും താന്ത്രിക ലോകം ചാനൽ തീർച്ചയായും കാണുക, തീർച്ചയായും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. നന്ദി.